എന്തുകൊണ്ട് താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തണം? 30-ൽ പരം രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതിക്ക് അർഹനായ ലോകത്തിലെ ഏക പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദി. 6 പതിറ്റാണ്ട് ഭരിച്ചവർക്ക് സ്വപ്നം കാണാൻ സാധ്യമാകാത്ത വികസനം വെറും 1 പതിറ്റാണ്ട് കൊണ്ട് നടപ്പിലാക്കി വിജയക്കൊടി പാറിച്ച കർമ്മധീരൻ നരേന്ദ്രമോദിയുടെ 11 വർഷത്തെ വികസന പദ്ധതികൾ ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ സമസ്ത സാങ്കേതിക വിദ്യയോടും കൂടി നിർമ്മിച്ച് രാഷ്ട്രത്തിനായി സമർപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വലുതും ഹൈടെക്കുമായ ക്രിക്കറ്റ് സ്റ്റേഡിയം, ലോകത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ, ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെ പ്രതിദിനം എത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ നിർമ്മിച്ചു. ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം, ഏറ്റവും വലിയ ഹൈവേ ടണൽ, ഏറ്റവും വലിയ വൈദ്യുതീകരിച്ച റെയിൽ തുരങ്കം, ലോകത്തിൽ ഏറ്റവും വലിയ റിവർ ക്രൂയിസ് കപ്പൽ, 11 കോടി ശൗചാലയങ്ങൾ നിർമ്മിച്ചു. 262 മെഡിക്കൽ കോളേജുകൾ, 7 IIT-കൾ, 15 എയിംസുകൾ, ഏഷ്യയിലെ ഏറ്റവും വലിയ ഹെലികോപ്റ്റർ നിർമ്മാണ ഫാക്ടറി. മതേതരത്വത്തിന്റെ അപ്പോസ്തലന്മാരായി മാനവ സമൂഹത്തെ തമ്മിലടിപ്പിക്കുമ്പോഴും മാനവരക്തം ചിന്താതെ സർവമത സാഹോദര്യ ഭാവത്തിൽ രാമക്ഷേത്രം നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ എക്സിബിഷൻ കൺവെൻഷൻ ഹാൾ, സെമി ഹൈസ്പീഡ് ട്രെയിനുകൾ നിർമ്മിച്ചു. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത്. GDP നിരക്ക് കുതിച്ചുയരുന്നു. ലോകത്തിലെ 2ാമത്തെ ഫോൺ നിർമ്മാതാക്കളായി ഇന്ത്യ. ലോകത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ ഭാരതത്തെ 4ാം സ്ഥാനത്തിലെത്തിച്ചു. ഗോതമ്പിന്റെയും അരിയുടെയും ഏറ്റവും വലിയ ഉൽപാദകരായി മാറി. G20 ഉച്ചകോടിയുടെ ആതിഥേയത്വം സ്വീകരിച്ച് ഏറ്റവും വിജയകരമായി നിർവഹിച്ചു. 2014-ലെ സ്റ്റാർട്ടപ്പുകൾ 98 മാത്രമുള്ളതിനെ 2023 ആയപ്പോൾ അത് 1 ലക്ഷമാക്കി ഉയർത്തി. ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കായിക താരങ്ങളെ വളർത്തുവാൻ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ്, യൂണിവേഴ്സിറ്റി ഗെയിംസ് എന്നിവ സംഘടിപ്പിച്ചു. തൽഫലമായി ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ വാങ്ങിക്കൂട്ടി. വനിതാ സംവരണ ബിൽ പാസാക്കി. ആർട്ടിക്കിൾ 370 റദ്ദു ചെയ്തു. മുത്തലാഖ് നീക്കം ചെയ്തു. ഭാരത്മാല, സാഗർമാല, നോട്ട് നിരോധനം, അടൽ സേതു, രാമസേതു, സുദർശൻ സേതു എന്നിവ സമഗ്രമായി നടപ്പിലാക്കി. ഗ്രാമവ്യവസായ വിൽപ്പന 1,28,000 കോടി, 4 മടങ്ങ് വർദ്ധിപ്പിച്ചു. ആയുഷ്മാൻ ഭാരത് 30 കോടിയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായി നടപ്പിലാക്കി. ISROയുടെ ബഡ്ജറ്റ് 12,600 കോടിയാക്കി വ്യവസ്ഥ ചെയ്തു. സർവകലാശാലകൾ 723-ൽ നിന്ന് 1,180 എണ്ണം ആക്കി വർദ്ധിപ്പിച്ചു. ലോകത്തിനു മുന്നിൽ ഭാരതം സമസ്ത മേഖലയിലും കഴിവ് തെളിയിച്ച് കുതിച്ചുയരുന്ന സാമ്പത്തിക ശക്തിയാണ്. ഒന്നും കാണാത്തവർക്ക് അല്ലെങ്കിൽ ഒന്നും കണ്ടില്ലെന്ന് നടിക്കുന്നവർക്ക് ഇത് മനസ്സിലാവുകയില്ല. ഇതൊക്കെ ഇവിടെ നടപ്പിലാക്കുവാനുള്ള വിഭവശേഷി ഇവിടെ തന്നെ ഉണ്ടെന്ന് തെളിയിച്ച അഴിമതിരഹിതനായ രാഷ്ട്രസ്നേഹി, 30-ൽ പരം രാഷ്ട്രങ്ങളുടെ പരമോന്നത പുരസ്കാരങ്ങൾ നേടിയ ലോകത്തിലെ ഏക പ്രധാനമന്ത്രി, രാഷ്ട്രസ്നേഹിയും വികസന തൽപരനുമായ നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങൾ 10 വർഷക്കാലം കൊണ്ട് ഭാരതത്തിൽ നടപ്പിലാക്കി ആരോടും പ്രീണനമില്ലാതെ എല്ലാവർക്കും തുല്യനീതി നടപ്പിലാക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് നമ്മുടെ നാടും സജ്ജമാകുവാൻ എന്തുകൊണ്ട് നമുക്ക് താമരയ്ക്ക് വോട്ട് നൽകിക്കൂടാ? ഇത്തവണത്തെ വോട്ട് താമരയ്ക്കാകട്ടെ.